അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് മോഡിൽ തന്നെ വേറൊരു പ്രോബ്ലമാണ് നോക്കുന്നത്. ഇതിലും ക്വസ്റ്റ്യൻ എന്തായിരുന്നു, സെൻറ്റർ ഓഫ് പ്രഷറും അതുപോലെ ടോട്ടൽ പ്രഷറും കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത അതേപോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് തന്നെ നമുക്ക് ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാം. ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, പി is equal to W ഇൻറ്റു എ ഇൻറ്റു എച്ച് ബാർ, പിന്നെ സെൻറ്റർ ഓഫ് പ്രഷർ H is equal to IG ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. നമുക്ക് ക്വസ്റ്റ്യൻ തന്ന വാല്യൂസ് ആദ്യം എടുത്തത്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്, ഒരു സർക്കുലർ പ്ലേറ്റാണ് തന്നിരിക്കുന്നത്. സർക്കുലർ പ്ലേറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത് 1.5. അപ്പോൾ എന്താ ഡയമീറ്റർ പറയുമ്പോൾ D is equal to 1.5. അപ്പോൾ നമുക്ക് അവിടുത്തെ ഏരിയ എന്താണ് പിടിക്കാം, ഏരിയ സർക്കുലർ പ്ലേറ്റ് ആണെങ്കിൽ അവിടുത്തെ ഏരിയ എന്തെന്നു 5/4 D². 5/4 ഇൻറ്റു D². അപ്പോൾ 5/4 ഇൻറ്റു D എത്രയാണ് 1.5 സ്ക്വയർ. അപ്പോൾ നമുക്ക് ഏരിയ എത്ര കിട്ടും, 1.76 മീറ്റർ സ്ക്വയർ കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നമുക്ക് W എയും എച്ച് ബാറാണ് ആവശ്യമുള്ളത്. W കണ്ടുപിടിക്കാം. W കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത് ചെയ്യുന്നു, W is equal to റോ ഇൻറ്റു G. അത് റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 G ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആക്കി എടുക്കുകയാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആക്കി എടുക്കുകയാണ്. അപ്പോൾ 1 ഇൻറ്റു 1000. അപ്പോൾ എത്രയാണ് 1000 തന്നെ വന്നു. ഇപ്പോൾ W നെ കണ്ടുപിടിക്കുക. W is equal to 1000 ഇൻറ്റു 9.81. ക്വസ്റ്റ്യനിൽ തരാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, റോൻ്റെ വാല്യൂ 1000 എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഇതാണ് W കിട്ടിയത്. ഇനി എന്ത് ചെയ്തു, ഇപ്പോൾ W കണ്ടുപിടിച്ചു, എ കണ്ടുപിടിച്ചു, ഇനി എച്ച് ബാർ. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, സെൻറ്റർ ഓഫ് പ്ലേറ്റ്, അതായത് IG സെൻറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 3 മീറ്റർ ബിലോ എന്നാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ എക്സ് ബാർ അല്ലെങ്കിൽ എച്ച് ബാർ എത്രയാണ് 3 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ W കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു, റോ ഇൻറ്റു G ചെയ്തു. അപ്പോൾ അവിടെ റോ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻറ്റു 1000 ചെയ്തു. ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി തരാതെ കാരണം നമ്മൾ 1 ആക്കി എടുത്തു. ചില പ്രോബ്ലംസിൽ നമുക്ക് വാല്യൂസ് തന്നിട്ടില്ലെങ്കിൽ നമ്മളത് അസ്യൂം ചെയ്യണം. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആയിട്ട് അസ്യൂം ചെയ്തു. ഇൻറ്റു 1000 ചെയ്തു. അപ്പോൾ 1000. അപ്പോൾ W ചെയ്തു 1000 ഇൻറ്റു 9.81 ചെയ്തു. പിന്നെ എച്ച് ബാർ സെൻറ്റർ ഓഫ് പ്ലേറ്റുള്ള ഡിസ്റ്റൻസ് ഞാൻ കഴിഞ്ഞൊരു പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്രയും 3 മീറ്റർ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എച്ച് ബാർ 3 മീറ്റർ എന്ന് കൊടുത്തു. ഞാൻ പി കണ്ടുപിടിച്ചാണ്. P ഈക്വൽ ടു എന്താണ്, ഏതൊക്കെ വാല്യൂസ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, W എന്നത് 1000 ഇൻറ്റു 9.81 ഇൻറ്റു നെക്സ്റ്റ് എന്താണ് ഏരിയ എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് 1.76 ഇൻറ്റു എച്ച് ബാർ എത്രയാണ് 3. അപ്പോൾ അത് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, 52.81 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ അതിനെ കിലോ ന്യൂട്ടൺ മാറ്റുമ്പോൾ കിട്ടും 52.00 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, ടോട്ടൽ പ്രഷർ 52.00 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി. നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് ടോട്ടൽ പ്രഷർ കണ്ടുപിടിച്ചു, P കണ്ടുപിടിച്ചു. ഇനി എച്ച് കാണാൻ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു, IG ഡിവൈഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഇപ്പോൾ ഇവിടെ IG നിങ്ങൾ ഓരോന്നിലും IGൻ്റെ ഇക്വേഷനും അതുപോലെ ഏരിയ കാണാൻ ഇക്വേഷൻ. ഇപ്പോൾ ഏതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു, ഐസോസിലെ ട്രയാങ്കിൾ ആയിരുന്നു. ട്രയാങ്കിൾ ആകുമ്പോൾ അവിടുത്തെ ഏരിയ കാണിക്കുന്നു BH/2 ചെയ്തു. അതുപോലെ എൻ്റെ അവിടുത്തെ IG കാണാൻ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു, BH³/36 ആയിരുന്നു. അപ്പോൾ അതേപോലെ ഇവിടെ എന്താണ് സർക്കുലർ പ്ലേറ്റ് ആകുമ്പോൾ ഏരിയ കാണാൻ എന്താണ് 5/4 ഇൻറ്റു D² ആണ്. IG കാണാനുള്ള ഇക്വേഷൻ എന്താണ് 5/64 ഇൻറ്റു D⁴ ആണ്. അപ്പോൾ അതിൻ്റെ ഓരോന്നിലുള്ള ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. പൈ എന്ന് പറയുമ്പോൾ പൈ കൊടുത്തു, 64 ഇൻറ്റു D എന്ന് പറയുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 1.5 വന്നിട്ടുണ്ട്. ഇപ്പോൾ 1.5⁴. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ആൻസർ കിട്ടും, 0.248 10⁴ കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താ ആവശ്യമുള്ളത്, IG ഇപ്പോൾ കിട്ടി, IG നമ്മൾ കണ്ടുപിടിച്ചു, എ നമുക്കറിയാം, എച്ച് ബാർ അറിയാം. അപ്പോൾ ഇത് ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ H is equal to IG എത്ര കിട്ടിയത് 0.248 ഡിവൈഡഡ് ബൈ എ എത്രയെന്ന് ക്വസ്റ്റ്യന് 1.76 കിട്ടി ഇൻറ്റു എച്ച് ബാർ 3 ആണെന്നറിയാം പ്ലസ് 3. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, 0.0468 പ്ലസ് 3 ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ 3.048 മീറ്റർ. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷറും കിട്ടി.
ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റ്യനിൽ നോക്കേണ്ടത് ഏത് ടൈപ്പ് പ്ലേറ്റ് ആണ്. സർക്കുലർ പ്ലേറ്റ് ആണെങ്കിൽ അവിടുത്തെ ഏരിയ കാണുന്നതും അതുപോലെ ഐ ജി കാണുന്നതും വ്യത്യാസം ഉണ്ടാവും. സർക്കുലർ പ്ലേറ്റിനാണെങ്കിൽ ഒരു ഇക്വേഷൻ ആയിക്കാരം. പിന്നെ അതുപോലെ സർക്കുലർ പ്ലേറ്റും അതുപോലെ ട്രയാങ്കുലർ പ്ലേറ്റും ആകുമ്പോൾ രണ്ട് ഇക്വേഷൻ ആയിക്കാരം. രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വെക്കുക, അത് മാർക്ക് ചെയ്ത് ഇക്വേഷൻ മാറിപ്പോവുകയും ചെയ്യരുത്. ഏതാണ് സർക്കുലർ ആണെങ്കിൽ അവിടുത്തെ ഏരിയ കാണാൻ π/4d², ഐ ജി കാണാൻ π/64 × d⁴. പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം ഏതായിരുന്നു? അത് ട്രയാങ്കുലർ പ്ലേറ്റ് ആയിരുന്നു. ട്രയാങ്കുലർ പ്ലേറ്റ് ആകുമ്പോൾ അവിടുത്തെ ഏരിയ BH/2, അവിടുത്തെ ഐ ജി കാണാൻ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? BH³/36 ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ഓർമ്മ വരിക, പിന്നെ രണ്ട് ഇക്വേഷൻസ് പഠിക്കുക. പിന്നെ W കാണാൻ ശ്രദ്ധിക്കേണ്ടതാണ് W = എന്താണ്? റോ × G ആണ് എന്നുള്ളത്. അപ്പോൾ റോ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? മൊത്തത്തിൽ 1000 ആക്കി എടുക്കുക. 3 × G 9.818 മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിക്കണം എന്ത് ചെയ്യുക? അതിനെ 1000 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് വീണ്ടും 9.81 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും W കിട്ടും. പിന്നെ H ബാർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചു. ട്രയാങ്കുലറിൻ്റെ കേസിലാവുമ്പോൾ 1/3H ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇതിൻ്റെ കേസിൽ നമുക്ക് സർക്കുലറിൻ്റെ കേസിൽ നമുക്ക് തന്നിട്ടുണ്ട് 3 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? 3 മീറ്റർ കൊടുത്തിട്ട് പ്രോബ്ലം ചെയ്യാം. ഇനി ഞങ്ങൾക്ക് H ബാർ സർക്കുലർ പ്ലേറ്റിൻ്റെ കേസിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഞാൻ ജസ്റ്റ് ബോക്സ് ആക്കിന് ലാസ്റ്റ് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം.